ഞങ്ങൾ പ്രദേശത്തിൻ്റെ കണക്കുകളൊക്കെ നോക്കി. പ്രദേശത്തിൻ്റെ കണക്കുകളൊക്കെ പിന്നീട് പരിശോധിക്കുമ്പോൾ ചില പഞ്ചായത്തുകളിൽ UDF മേധാവിത്വം വരും ഈ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും. എന്നാൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും LDF നിൽക്കും എന്ന കണക്കാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. പക്ഷേ UDF സംബന്ധിച്ചുകൊണ്ട് UDF KPC ആസ്ഥാനത്ത് പന്തലടക്കം ഇട്ടിട്ടുണ്ട്, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്, ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് UDF. അത് അവരുടെ അമിത ആത്മവിശ്വാസമാണോ? അമിത വിശ്വാസം തന്നെയാണ്. പന്തൽ അവരിട്ടോട്ടെ, നല്ല വെയിലാണ്, അൾട്രാവയലറ്റ് രശ്മികളടിച്ചാൽ അവരുടെ തുടുത്തു നിൽക്കുന്ന ശരീരങ്ങളിൽ അവർക്ക് സൂര്യാതാപം വെക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പന്തൽ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. അത് പന്തൽ പൊളിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവരും ഉറ്റു നോക്കുന്നൊരു മണ്ഡലം കേരളത്തിലുടനീളം അത് ആറന്മുള നിയോജക മണ്ഡലമാണ്. ആറന്മുളയിൽ കഴിഞ്ഞ തവണത്തേക്ക് വീണ ജോർജിൻ്റെ ഭൂരിപക്ഷം നമുക്കറിയാം. ഇത്തവണ 30,000 നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ അവിടെ UDF സ്ഥാനാർത്ഥി അഭിനവർക്ക് വിജയിച്ചൊരു പ്രതീതിയിലാണ് അതുവഴി നടക്കുന്നത്. ആറന്മുള ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കണക്കിൽ 3 സ്ഥലങ്ങളിൽ UDF മേധാവിത്വം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള പഞ്ചായത്തുകൾ എന്നുവെച്ചാൽ ഏതാണ്ട് 9 സ്ഥലങ്ങളിൽ 9 പഞ്ചായത്തുകളിൽ LDF ഭൂരിപക്ഷം കിട്ടാനാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ ആറന്മുള നിയോജക മണ്ഡലം LDF ആവും, ഒരു സംശയം വേണ്ട. അതിൻ്റെ അകത്ത് മറ്റ് സംശയങ്ങളേ ഇല്ല.